തിരുവനന്തപുരം പള്ളിച്ചലിന് സമീപം നമ്മുടെ NH-ൽ നിന്ന് ഏകദേശം ഒരു 50-60 മീറ്റർ മാത്രം മാറിയാണ് ഈ കാണുന്ന പ്രോപ്പർട്ടികൾ. ടോട്ടലായിട്ട് 7 സെൻറ്റിൽ 3000 സ്ക്വയർ ഫീറ്റ് വരുന്ന ഫുള്ളായിട്ട് ഇഷ്ടികയിൽ നിർമ്മിച്ച വലിയൊരു വീട് ഉൾപ്പെടെയാണ് നമുക്ക് വിൽപ്പനയ്ക്കുള്ളത്. നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് വരുമ്പോൾ പള്ളിച്ചൽ കഴിഞ്ഞ് വീണ്ടും മുന്നോട്ട് വരുമ്പോൾ അയണിമൂട് എന്ന് പറഞ്ഞ ജംഗ്ഷൻ വരും. അയണിമൂട്ടിൽ അവിടെ ഒരു സോളാർ സിസ്റ്റത്തിൻ്റെയൊക്കെ ഒരു ഷോപ്പ് കാണാൻ സാധിക്കും. അതിൻ്റെ അടുത്തൂടെ കാണുന്ന വഴി ജസ്റ്റ് ഒന്ന് കയറി വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ പ്രോപ്പർട്ടിയായി. ഇനി അതല്ല, നമ്മൾ നെയ്യാറ്റിങ്കര അല്ലെങ്കിൽ ബാലനാവര സൈഡിൽ നിന്ന് വരുവാണെന്നുണ്ടെങ്കിൽ വെടിവച്ചാങ്കോല് കഴിഞ്ഞ് ഒരു 300 മീറ്റർ വരുമ്പോൾ ലെഫ്റ്റിലേക്ക് കയറി ആ റോഡിങ്ങനെ കയറുമ്പോൾ തന്നെ വീണ്ടും ലെഫ്റ്റിലേക്ക് തിരിയും കേട്ടോ. അങ്ങനെ ഇങ്ങനെ നല്ല വീതിയുള്ള റോഡ് ഫ്രണ്ടേജിലാണ് പ്രോപ്പർട്ടി ഉള്ളത്. ഇതിൻ്റെ ബാക്കി വിഷ്വൽസ് കാണാം. നമുക്കിതിൻ്റെ മുൻവശം നോക്കി ഒരു 3 വണ്ടികൾ കയറ്റി പാർക്ക് ചെയ്യാവുന്ന രീതിയിൽ കവേർഡ് ആയിട്ടുള്ള കാർ പാർക്കിംഗ് സ്പേസ് ആണ് മുൻവശമുള്ളത്. ഇപ്പം നമ്മൾ 2 വണ്ടിയും ചരിച്ചിട്ടിരിക്കുവാണ്. ലെവലാക്കി ഇടുവാണെങ്കിൽ 3 വണ്ടികൾ നിൽക്കും കേട്ടോ. ആ രീതിയിലുള്ള സ്പേസ് നമ്മുടെ മുൻവശത്ത് കിട്ടുന്നുണ്ട്. ടോട്ടലായിട്ട് 7 സെൻറ്റ് സ്ഥലമുണ്ട്. പിന്നെ വീട് വന്നിട്ട് അത്യാവശ്യം നല്ല വലിയൊരു വീടാണ്. ഒരു 12 വർഷം പഴക്കമുള്ള വീടാണ്. അതുപോലെ ഫുള്ളായിട്ട് ഇഷ്ടികയിലും തേക്കന്തടിയിലുമാണ് നമുക്ക് ഇതിൻ്റെ പണികളെല്ലാം തന്നെ ചെയ്തിട്ടുള്ളത്. ഇതിങ്ങനെ കയറി വരുമ്പോൾ നമുക്ക് ഇവിടെ ഒരു കോമൺ സ്പേസ് വരും, ലിവിങ് ഏരിയ, ഡൈനിങ് ഏരിയ ആ രീതിയിൽ വരും. ഇതല്ലാണ്ട് നമുക്ക് ഈ സൈഡിലേക്ക് വേറൊരു എൻട്രൻസ് കൂടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു ഓഫീസ് റൂമും നമുക്ക് പുറത്തു നിന്ന് തന്നെ എൻട്രൻസ് വരുന്ന രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്കൊരു ഓഫീസ് റൂമാണ്. അല്ലാണ്ട് നമുക്ക് വീട്ടിലേക്ക് വേറൊരു എൻട്രൻസ് ഉണ്ട്. അതുവഴി നമ്മുടെ ഒരു കോമൺ സ്പേസിലേക്ക് വരും. അവിടെ ലിവിങ്, ഇവിടെ ആയിട്ട് ഡൈനിങ് ഏരിയ വരും. ഈ ഭാഗത്ത് നമ്മുടെ കിച്ചൺ വരും. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള കിച്ചണാണ്. ഇതിൽ ഈ ഒരു അടച്ചെല്ലാം ചെയ്തിട്ടുള്ളത് തടിയിലാണ്. നമുക്ക് ഈ കാണുന്ന വർക്കുകളെല്ലാം ചെയ്തെടുത്തിട്ടുള്ളത്. അവിടെ നമ്മൾ നേരെ വരുന്നത് നമ്മുടെ വർക്ക് ഏരിയയിലേക്കാണ്. പിൻവശത്തേക്ക് അത്യാവശ്യം വലിപ്പമുള്ള നല്ലൊരു ബാക്ക് യാർഡ് തന്നെ കിട്ടുന്നുണ്ട്. പുറത്തായിട്ട് അതുപോലെ ടോയ്ലറ്റ് സൗകര്യം ചെയ്തിരിക്കുന്നതായിട്ട് കാണാം. നമ്മുടെ ആ ഒരു ഓഫീസ് സ്പേസ് പോകെ വീണ്ടും നമുക്ക് അല്ലാണ്ട് ഒരു അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള ബെഡ്റൂം ഈ വീടിന് വരുന്നുണ്ട്. താഴത്തെ നിലയിൽ കേട്ടോ. മേളത്തെ നിലയിൽ വേറെ 3 ബെഡ്റൂംസ് ഉണ്ട്. ഇതാണ് നമുക്ക് താഴത്തെ നിലയിലെ ആദ്യത്തെ ബെഡ്റൂം. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. നമുക്ക് ഈ സ്റ്റേഴ്സിൻ്റെ റെയിലിംഗ് എല്ലാം ചെയ്തിട്ടുള്ളത് തടിയിലാണ്, അതായത് തേക്കും തടിയിലാണ്. ഇതിങ്ങനെ കറങ്ങി നമുക്ക് ശരിക്കും 2nd ഫ്ലോർ വരെയും പോകും കേട്ടോ. 2nd ഫ്ലോറിലും അതായത് ടെറസിലും നമുക്ക് വീണ്ടും ഒരു റൂം കൂടെ ചെയ്തിട്ടുണ്ട്. ടവർ റൂം അല്ല, അല്ലാണ്ട് നമുക്ക് ഒരു റൂം വരെ ഏറ്റവും മേളിലും ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലാണ്ട് ഒരു 3 ബെഡ്റൂംസും ബാൽക്കണി ഏരിയ എല്ലാം കാണാൻ സാധിക്കും. നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് വരുമ്പോൾ ഈ കാണുന്ന പോലെ വലിയൊരു കോമൺ സ്പേസ് ഉണ്ട്. അതുപോകെ 3 ബെഡ്റൂംസ് ഉണ്ട്. ഇതാണ് ആദ്യത്തെ റൂം. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. ബാത്റൂം ഫിറ്റിംഗ്സ് ഒക്കെ വരുമ്പോൾ സെറ പോലുള്ള ഫിറ്റിംഗ്സ് ആണ് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. ഈ ഭാഗത്തായിട്ട് അടുത്തൊരു ബെഡ്റൂം കാണാം. ഇതായാലും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. ഈ ഭാഗത്തായിട്ട് 3ാമത്തെ ബെഡ്റൂം കാണാം. ഇതും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. അതുപോലെ മുൻവശത്തേക്ക് വലിയൊരു ബാൽക്കണി സ്പേസും കിട്ടുന്നുണ്ട്. എങ്ങനെയാ വെച്ചാൽ നമ്മുടെ കാർ പോർച്ച് വന്നിട്ട് ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ ഫുള്ളായിട്ട് എക്സ്റ്റെൻഡ് ചെയ്തല്ലേ എടുത്തിട്ടുള്ളൂ. അതിന് മേളിലുള്ള സ്പേസ് നമുക്ക് വലിയൊരു ഓപ്പൺ ടെറസ് കണക്ക് കിട്ടും. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ NH നോക്കി നമ്മുടെ തൊട്ടടുത്താണ് കേട്ടോ. ആ രീതിയിലാണ് പ്രോപ്പർട്ടി. ഇവിടെ നമുക്കിങ്ങനെ ജസ്റ്റ് നടന്നിറങ്ങിക്കഴിഞ്ഞാൽ NH ആയി. ഇപ്പോൾ സിറ്റിയിലോട്ട് പോകണമെന്നുണ്ടെങ്കിലൊക്കെ വളരെ ഈസിലി ചെന്നെത്താൻ പറ്റുന്ന രീതിയിലുള്ള ലൊക്കേഷൻ. പക്ഷേ നമുക്ക് സിറ്റിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത്രയും ഗ്രാൻഡ് ആയിട്ടുള്ള ഒരു വീടാകുമ്പോഴത്തേക്കും നല്ല ഹെവി പ്രൈസിങ്ങിലേക്ക് പോകും. ഇത് അതിനെക്കാളും കമ്പാരിറ്റീവ്ലി നമുക്ക് വില കുറച്ച് വാങ്ങിയെടുക്കാൻ സാധിക്കും. നമ്മുടെ ടെറസിലേക്ക് വരുമ്പോഴത്തേക്കും ഈ കാണുന്നത് പോലെ ഒരു പ്രഷർ പമ്പെല്ലാം സ്ഥാപിച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് ബാത്റൂമിലേക്കെല്ലാം വെള്ളത്തിന് വേറെ ഫ്ലോയ്ക്കൊന്നും ഒരു രീതിയിലോ ബുദ്ധിമുട്ടുണ്ടാവില്ല. ഞാൻ പറഞ്ഞില്ലേ ടെറസിൽ വേറെ ഒരു റൂം ചെയ്തിട്ടുണ്ടെന്ന്. അതായത് നമ്മുടെ ടവർ റൂം കൊണ്ട് നിർത്തി അതിൻ്റെയും മേളിലാണ് ഈ ഒരു റൂം ചെയ്തിട്ടുള്ളത്. നമുക്കൊന്ന് വന്നിരുന്ന് റിലാക്സ് ചെയ്യണമെങ്കിലോ ആ രീതിയിലൊക്കെ വന്നിരിക്കാം. ഇവിടെ കയറി കഴിഞ്ഞാൽ NH നമ്മുടെ തൊട്ടടുത്താണ് കേട്ടോ. ആ രീതിയിൽ വിസിബിലിറ്റി കിട്ടുന്ന ഒരു റൂം. ഒന്ന് റിലാക്സ് ചെയ്യാനൊക്കെ ഉപയോഗിക്കാം. ഇതിനകത്ത് ഫാനെല്ലാം സ്ഥാപിച്ചിട്ടുണ്ട്. രാത്രി ഇവിടെ വന്ന് കിടക്കണമെങ്കിൽ ഇവിടെ കിടക്കാം. ശരിക്കും വീടിൻ്റെ 4ാമത്തെ നിലയാണ് കേട്ടോ. ആ രീതിയിലാണ് ഈ ഒരു റൂം സ്ഥാപിച്ചിട്ടുള്ളത്. നോക്കിയേ, അടിപൊളിയല്ലേ? അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളവർക്ക് നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ഡീലാക്കാം. ടോട്ടലായിട്ട് 7 സെൻറ്റിൽ ഏകദേശം 3000 സ്ക്വയർ ഫീറ്റിന് മേളിലേക്ക് വരുന്ന വീടാണ്. നമുക്ക് ബെഡ്റൂംസ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ റൂമും ഓഫീസ് റൂമും കൂടെ ബെഡ്റൂമായിട്ട് തന്നെ കണക്കാക്കുകയാണെന്നുണ്ടെങ്കിൽ
എല്ലാം കൂടെ 4-ഉം 2-ഉം 6 റൂം, 6 വലിയ റൂമുകൾ തന്നെ നമുക്ക് ബെഡ്റൂം പോലെ കിട്ടുന്നുണ്ട്. താല്പര്യമുള്ളവർ നേരിട്ട് ഉടമയെ വിളിച്ച് ഉദ്ദേശിക്കുന്ന വില 1.5 കോടി രൂപയാണ് ഉദ്ദേശിക്കുന്ന വില. ഈ പറഞ്ഞിരിക്കുന്ന വിലയിൽ നെഗോസിയേഷന് സാധ്യതയുണ്ട്. ഇത്രയും NH-നോട് പ്രോക്സിമിറ്റി ഉള്ള ലൊക്കേഷൻ മിസ്സാക്കണ്ട, നേരിട്ട് വിളിച്ച് ഡീലാക്കാം. നമുക്കിതൊരു കമേഴ്സ്യൽ സ്പേസ് ആയിട്ടൊക്കെ മാറ്റണമെങ്കിൽ, ഒരു ഓഫീസ് സ്പേസ് ആയിട്ടൊക്കെ വർക്കൗട്ട് ചെയ്യണമെന്നുണ്ടെങ്കിലും ഈ റോഡിൽ നിന്നും തൊട്ടടുത്തായതുകൊണ്ട് തന്നെ ആ രീതിയിലും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പ്രോപ്പർട്ടിയാണ്.